ഏത് കോൺഗ്രസ് നേതാവിന്റെ അന്വേഷണം? അടൂർ പ്രകാശൻ എന്താ അന്വേഷിക്കുക? അടൂർ പ്രകാശ് അന്ന് മന്ത്രിയായിരുന്നു. ആരാ പറഞ്ഞ അടൂർ പ്രകാശിനെതിരെ അന്വേഷണം ഉണ്ടെന്ന്? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് രഹസ്യമാക്കി വെച്ചു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോണത് ആരാ വാർത്ത കൊടുത്ത്? പോലീസ് എന്തെങ്കിലും തെളിവെടുക്കാനോ മൊഴിയെടുക്കാനോ വിളിച്ച പോകും. അവർക്ക് ആർക്കാ പങ്ക്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ CPM നേതാക്കൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരായിരിക്കുമ്പോൾ അവിടെ നടന്ന സ്വർണ്ണ കവർച്ചയിൽ ഏത് കോൺഗ്രസ്? അതൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. സ്വർണം കവർച്ച ചെയ്തത് CPM നേതാക്കളാണ്. ഇത് CPM നേതൃത്വത്തിന്റെ അറിവോടുകൂടി നടന്ന കൊള്ളയാണ്. അതുകൊണ്ടാണ് ഈ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും MV ഗോവിന്ദനും പിണറായി വിജയനും സംരക്ഷിക്കുന്നത്. കേട്ടുകേൾവിയുണ്ടോ? അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് ജയിലിൽ പോയി കിടക്കുന്നവർക്കെതിരെ ഒരു നടപടി ഇപ്പോഴും പാർട്ടി നേതാക്കളാ. നഷ്ടപ്പെട്ടത്, കളവ് പോയത്, മോഷ്ടിക്കപ്പെട്ടത് അയ്യന്റെ സ്വർണമെങ്കിൽ കട്ടത് സഖാക്കള് തന്നെയാ. ആ കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. സഖാക്കൾ മാത്രമാണ് കട്ടത് സഖാക്കൾ തന്നെയാണ്. ഇത് വി.ഡി. സതീശന്റെ വാക്കുകളാ. ഈ വാക്കുകള് നമ്മുടെ കേരളക്കാരെല്ലാവരും പറയുന്ന വാക്കുകൾ തന്നെയാണ്, അല്ലെ? ഇപ്പൊ കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശിന് SIT നോട്ടീസ് നൽകി മൊഴിയെടുക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട്. ഇതാണ് വാർത്ത. ഇന്ന് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു നോട്ടീസ് അടൂർ പ്രകാശിന് ലഭിച്ചിട്ടുണ്ടോ? അടൂർ പ്രകാശിന് ലഭിച്ചിട്ടില്ല. പക്ഷെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനെ, PS പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്ത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്തിട്ട് അത് പുറത്തേക്ക് അറിഞ്ഞില്ല. അത് പുറത്തേക്ക് അറിയുന്നത് തന്നെ 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ടാണ്. അതുവരെ അത് പുറം ലോകം അറിഞ്ഞില്ല എന്നുള്ളതാണ്. ആ ചോദ്യം ചെയ്യൽ പുറത്ത് അറിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് അടൂർ പ്രകാശിന് നോട്ടീസ് എന്നുള്ള വാർത്ത വരുന്നത്. എന്ന് പറഞ്ഞാൽ മന്ത്രിയെ തൂക്കിയെടുത്ത് അകത്തിടാൻ പോകുമ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് അടൂർ പ്രകാശിന് നോട്ടീസ് എന്നുള്ള വാർത്തകൾ വരുന്നത്. ഈ വാർത്തകള് ഈ മാധ്യമ പ്രവർത്തകർക്ക് ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോഴേക്കും അത് വാർത്തയായി കൊടുക്കും. എന്നാ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അന്വേഷിക്കേണ്ട ഒരു ചുമതല അത് ഇവർക്കുണ്ടല്ലോ. അത് ചെയ്യുന്നുമില്ലതാനും. ഇതിപ്പോ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. ഇപ്പൊ ഇന്നലെ നടൻ ജയസൂര്യയെ ഈ ED ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായി. അത് കഴിഞ്ഞിട്ട് വന്ന വാർത്തയാണ് ജയസൂര്യക്കും സരിതക്കും ജയസൂര്യന്റെ ഭാര്യക്കും വീണ്ടും നോട്ടീസ് നൽകി, ജനുവരി 7-ന് ഹാജരാകണമെന്ന് പറഞ്ഞ്. അപ്പോ അങ്ങനെ ഒരു നോട്ടീസ് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ജയസൂര്യ ഇന്നൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഈ വ്യാജങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ഫാക്ടറികളായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും മാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. നമ്മൾ ബോഡി മീഡിയ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു U-ടേൺ അടിക്കുന്ന ഘട്ടമാണ്. അർണബ് ഗോസ്വാമിയെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഒരു U-ടേൺ ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതും നമ്മൾ ഇവിടെ കാണേണ്ടതാണ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. അപ്പോ അയ്യന്റെ പൊന്ന് കട്ടത് ആരാണെന്ന് ചോദിച്ചാൽ അത് സഖാക്കളാണ്, സഖാക്കൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഏത് നിമിഷവും കടകംപള്ളിയും പ്രശാന്തും അകത്തേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ബാലൻസ് ചെയ്യാന് അല്ലെങ്കിൽ പിറഞ്ഞു പിടിച്ചു നിൽക്കാന് ഒരു എന്തെങ്കിലും ഒരു ആയുധം വേണം. അതിനെന്തെങ്കിലും ഒരു വാർത്ത വേണം. എന്താ വാർത്ത? അടൂർ പ്രകാശിന് നോട്ടീസ്. എന്നാ അടൂർ പ്രകാശിന് നോട്ടീസ് ഉണ്ടോ? ഇല്ലതാനും. ഇപ്പോ സഖാക്കൾ ഇത് വെച്ചുകൊണ്ട് ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുക. സഖാക്കൾ ഇപ്പോ എന്താ സ്ഥിരം പരിപാടി? അന്തിച്ചർച്ചകൾക്ക് എത്തിക്കഴിഞ്ഞാല് അന്തിച്ചർച്ചകളിൽ അടിയുണ്ടാക്കുക. അത് എല്ലാ ചാനലിലും ഇവരുടെ പ്രതിനിധികൾ എവിടെയൊക്കെ ചാനലുകൾ ചർച്ചകളിൽ വരുന്നുണ്ടോ എല്ലാ ചാനലിലും ചർച്ചകളെയും അലമ്പാക്കുക, ബഹളം വെക്കുക. ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല, ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല, മറുപടികളില്ല. പകരമുള്ളത് അലമ്പാക്കുക, അലങ്കോലപ്പെടുത്തുക എന്നുള്ള ഒരു ലൈനിലേക്ക് സഖാക്കള് എല്ലാവരും. അത് ഇപ്പൊ പൊതുവെ ഇന്നലെ മാത്രം നടന്ന ചർച്ചകൾ എടുത്ത് പരിശോധിക്കുക. നിങ്ങൾ എല്ലാ ചാനലുകളും എടുത്ത് പരിശോധിക്കുക. ശബരിമല വിഷയം ചർച്ച ചെയ്ത എല്ലാ ചാനലുകളിലെയും ചർച്ചകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാല് അവിടെ CPM-ന്റെ പ്രതിനിധി വന്നിട്ടുണ്ടെങ്കിൽ, CPM-ന്റെ പ്രതിനിധി ആ ചർച്ചക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചർച്ച ബഹളം മുട്ടിച്ച് അലമ്പാക്കിയിട്ടുണ്ടാവും. ഞാനിപ്പോ ഇന്ന് രാവിലെ 2 എണ്ണം കണ്ടു. ഒന്ന് മാതൃഭൂമിയിലാണ്, ഒന്ന് റിപ്പോർട്ടറിലാണ്. ഒന്ന് സ്മൃതി പരുത്തിക്കാടാണ്, ഒന്ന് അഭിലാഷ്. ഇവർ രണ്ടിനുടെയും ചർച്ചയിൽ CPM പ്രതിനിധികള്
നിരന്തരമായി ബഹളം വെക്കുകയും ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതാവുകയും അലങ്കോലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. കാരണം എന്താ, ഒന്നും പറയാനില്ല. അപ്പോ AKG സെന്ററിൽ നിന്നുള്ള ക്യാപ്സൂളുകൾ വരുന്നില്ല, കാരണം ക്യാപ്സൂളുകൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല, എല്ലാ രീതിയിലും പെട്ടുകിടക്കുകയാണ്. അപ്പൊ AKG സെന്ററിൽ നിന്ന് എന്താണ് നിർദ്ദേശം കൊടുക്കുന്നത്? ചർച്ചകൾക്ക് പോയിട്ട് ആ 1 മണിക്കൂർ ചർച്ച ആർക്കും ഒന്നും പറയാതെ ആക്കാൻ വേണ്ടി മാക്സിമം അലങ്കോലപ്പെടുത്തുക, ബഹളം വെക്കുക. ആരെന്ത് പറയുമ്പോഴും അതിന്റെ ഇടയിൽ കയറി പറഞ്ഞ് ബഹളം വെച്ച് അവനെന്താ പറയുന്നത് എന്ന് പ്രേക്ഷകർക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ ബഹളം ഉണ്ടാക്കണം എന്നാണ് CPMന്റെ AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശം. ആ നിർദ്ദേശമാണ് ഇപ്പോ CPM പ്രതിനിധികൾ എന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് എത്തുന്ന ഈ ക്രിമിനൽ ഗുണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതൊരു ഭാഗത്ത് അപ്പോ അതവിടെ നിൽക്കട്ടെ. കാരണം CPMന് മറച്ചു പിടിക്കാൻ, സഖാക്കൾക്ക് മറച്ചു പിടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് എല്ലാ അർത്ഥത്തിലും ഒരു സംശയത്തിനും വകയില്ലാതെ എല്ലാ അർത്ഥത്തിലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യമായിരിക്കുകയാണ് അയ്യന്റെ പൊന്ന് കട്ടത് സഖാക്കളാണ് എന്നുള്ള കാര്യം. അവിടെ പറഞ്ഞു നിൽക്കുവാനോ മറച്ചു പിടിക്കുവാനോ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കുവാനോ സാധിക്കാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും മറന്നേക്ക് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഏറ്റവും ഒടുവിൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോ ഓരോ ഇതിൽ അറസ്റ്റിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ചോദ്യം ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഓൺ ദ സ്പോട്ട് നമുക്ക് അതിന്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കടകംപള്ളിയെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തത് നമ്മൾ അറിയുന്നത് 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ടാ. എന്താ അതിന്റെ കാര്യം? ഇത് ദൈവതുല്യനിലേക്ക് ഇങ്ങനെ വന്നടുത്തുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ദൈവതുല്യനിലേക്കാണ് എത്തി നിൽക്കുന്നത്. അപ്പോ ഇനി അങ്ങോട്ടുള്ള ഓരോന്നിനെയും മറച്ചു വെക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. പക്ഷേ അയ്യൻ വിടുന്നില്ല. അയ്യൻ അത് 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, അയ്യൻ അത് പുറത്തു കൊണ്ടുവരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോ കടകംപള്ളിയെ ചോദ്യം ചെയ്തതും PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്ന നമ്മൾ അറിയുന്നത്, കേരളത്തിന്റെ പൊതുസമൂഹം അറിയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ ആ ചോദ്യം ചെയ്ത ദിവസത്തെ അങ്ങനെ ഒരു വാർത്തയെ ഉണ്ടായില്ല. എത്രയോ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ ഇത് അറിയുന്നത്. അത് മൂടി വെച്ചതാണ്. അങ്ങനെ ഒരു വിവരം, അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്നുള്ളത് പുറത്ത് പറയാതെ മൂടി വെച്ചതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷെ അയ്യപ്പൻ അത് വെളിയിലിട്ടു. കാരണം എന്താ? അയ്യന്റെ പൊന്ന് കട്ടത് സഖാക്കളാണ്. ആ കട്ടതില് ഈ പറയുന്ന കടകംപള്ളി അടക്കം, കടകംപള്ളിക്കും മീതെ ഉള്ള ആളുകൾക്ക് അതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പൊ അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. 2019 മുതലുള്ള ഇങ്ങോട്ടുള്ള കാലയളവുകളിലാണ് ഈ അയ്യന്റെ സ്വർണം പല ഘട്ടങ്ങളിലായിട്ട് അടിച്ചു മാറ്റിയിട്ടുള്ളത്. ദ്വാരപാലക ശില്പങ്ങള്, അതുപോലെ കട്ടിളപ്പാളികള്, പഞ്ചലോക വിഗ്രഹങ്ങള്, ഇപ്പൊ പറയുന്നു മറ്റേ നമ്മള് നട തുറക്കുമ്പോ കാണുന്ന അയ്യന്റെ അവിടെയുള്ള സ്വർണങ്ങള്, എന്തോ പേര് പറയും, ഞാനത് ഓർക്കുന്നില്ല. അപ്പോ അങ്ങനെ പലതും സ്വർണങ്ങൾ ഇങ്ങനെ ശബരിമലയിൽ എവിടെയൊക്കെ സ്വർണം ഉണ്ടായാലോ അതൊക്കെ അടിച്ചു മാറ്റിയെന്നാണ് ഇപ്പൊ വരുന്ന വാർത്തകൾ. ഇനി ഓരോ ദിവസം കൂടുന്തോറും ഏതൊക്കെ സ്വർണ്ണമാണ് പോയത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് റിപ്പോർട്ട് പുറത്തേക്ക് വരും. അപ്പോ ഇതില് അയ്യന്റെ പൊന്ന് കട്ടത് 2019 മുതലുള്ള ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലാണ്. ഇപ്പൊ 2016 മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. ദേവസ്വം മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് കടകംപള്ളിയാണ്, പിന്നെ ഇപ്പൊ ഒന്ന് വാസവനാണ്. ഈ ഘട്ടത്തിലൊന്നും ഒരു കോൺഗ്രസ്സുകാരനും ഒരു ചെറുവിരൽ അനക്കാന് സാധിക്കൂല. കാരണം അത് ഭരണം സഖാക്കളുടെ കയ്യിലാണെങ്കിൽ കോൺഗ്രസ്സുകാരനൊന്നും പിന്നെ അവിടെ ഒരു റോളും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തില് നമുക്കാർക്കും ഒരു തർക്കമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോ ഈ പറയുന്ന സഖാക്കള് തന്നെയാണ് അയ്യന്റെ പൊന്ന് കട്ടത് എന്നുള്ള കാര്യത്തില് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു തർക്കവും ഇല്ലെന്നേ. കേരളത്തിലെ സമൂഹം അത് ഒരു എന്താ വള്ളി പുള്ളി തെറ്റാതെ 100% വിശ്വസിച്ച് ഉറപ്പിച്ച കാര്യമാണ്. കട്ടത് ആരാണെന്ന് ചോദിച്ചാൽ സഖാക്കൾ തന്നെയാണ് എന്നുള്ള കാര്യം. അപ്പോ എന്തുകൊണ്ട് ഈ പറയുന്ന കടകംപള്ളിയുടെ മൊഴി പുറത്തേക്ക് വരുന്നില്ല? അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ടേണിംഗ് പോയിന്റ് ആകുന്ന രീതിയിലുള്ള ഒരു മൊഴി നൽകിയത് ആരാ? രമേശ് ചെന്നിത്തലയാണ്. ആ രമേശ് ചെന്നിത്തല മൊഴി നൽകിയിട്ട്
പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും രമേശ് ചെന്നിത്തലയുടെ മൊഴിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്ത് അവൈലബിൾ ആയി എന്നുള്ളതാണ്, ഇൻഫർമേഷനുകളെല്ലാം. എന്തുകൊണ്ട് കടകംപള്ളിയും PS പ്രശാന്തിനെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ട് അവരുടെ മൊഴിപ്പകർപ്പ് പുറത്തേക്ക് വരുന്നില്ല? അവരെ ചോദ്യം ചെയ്തത് തന്നെ കേരളത്തിന്റെ പൊതുസമൂഹം അറിയുന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. എന്തുകൊണ്ട്? കാരണം മറച്ചു വെക്കാൻ ഒരുപാടുണ്ട്. ഘട്ടത് സഖാക്കൾ തന്നെയാണ്, മൂത്ത സഖാക്കളാണ്, ദൈവതുല്യനാണ്, അവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കമില്ല. അപ്പൊ അതുകൊണ്ടാണ് കടകംപള്ളിയെ ക്വസ്റ്റ്യൻ ചെയ്തത്, അത് രഹസ്യമാക്കി വെക്കേണ്ടി വരുന്നത്. PS പ്രശാന്തിനെ ചോദ്യം ചെയ്തത്, അത് രഹസ്യമാക്കി വെക്കേണ്ടി വരുന്നത്. ഒരു മാധ്യമങ്ങളും ഈ പറയുന്ന കടകംപള്ളിയുടെയും PS പ്രശാന്തിന്റെയും ഈ പറയുന്ന ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് പങ്കുവെക്കാത്തതിന്റെ കാരണം ഇതൊക്കെ എത്തി നിൽക്കുന്നത് മൂത്ത ദൈവതുല്യനിലേക്കാണ് എന്നുള്ളത് കൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ അയ്യന്റെ പൊന്ന് കട്ട കേസിൽ പ്രതികൾ അല്ലെങ്കിൽ കള്ളന്മാർ, കൊള്ളക്കാർ അത് ഈ പറയുന്ന സഖാക്കളാണ്. ആ സഖാക്കള്, അതുകൊണ്ടാണ് അവർക്ക് പലതും മൂടി വെക്കേണ്ടി വരുന്നത്, പലതും രഹസ്യമായി സൂക്ഷിക്കേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ചോദിക്കും, SIT അല്ലേ അന്വേഷിക്കുന്നത്, SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ എന്ന്. ആ SIT തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി വിമർശിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായത്. കാരണം എന്താ, ഈ SITയിലെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റാഫാണ്. ആ ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്നത് പിണറായി വിജയനാണ്. ആ ആഭ്യന്തര വകുപ്പിന്റെ കൺട്രോൾ ഇപ്പോഴും SITക്ക് മുകളിലുണ്ട്. ആ ആഭ്യന്തര വകുപ്പ് എല്ലാം അറിയുന്നുണ്ട്. ഈവൻ ഹൈക്കോടതി മേൽനോട്ടത്തിലാണെങ്കിലും ഇടപെടാൻ പറ്റുന്നില്ലെങ്കിലും ചില ഇടപെടലുകളൊക്കെ ചെറിയ തോതിൽ ചെയ്യുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിലും അങ്ങോട്ട് ചെല്ലരുത്, അങ്ങോട്ട് എത്തരുത്, ഇന്ന ആളിലേക്ക് പോകരുത്, അവിടെ നടപടി ഉണ്ടാവരുത് എന്ന് നടപടികളെ വൈകിപ്പിക്കുവാനും അവരെ തടഞ്ഞു നിർത്തുവാനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തില് നമുക്കാർക്കും തർക്കമില്ല. കാരണം എന്താ, എല്ലാം സഖാക്കളാണ്, കട്ടത് സഖാക്കളാണ്, അത് വിറ്റ് തിന്നതും സഖാക്കളാണ്, തിന്ന് തൂറിയതും സഖാക്കളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.